എല്ലാം ശരിയാകും എന്നൊന്നില്ല, എന്നാൽ എല്ലാം ശീലമാകും എന്നൊന്നേ ഉള്ളൂ എന്നൊരിക്കലും ഒരാൾ പറഞ്ഞു. കാരണം എല്ലാം ശരിയാകും, എല്ലാം ശരിയാകരുത്. എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ശരിയായാൽ അത് ദൈവത്തിൻ്റെ ഹിതമല്ല. മോശ അവന് 40-ാമത്തെ വയസ്സിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി, ദൈവം അനുവദിച്ചില്ല. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ സമയമല്ല. ചെയ്യുന്നത് നല്ല കാര്യമാണ്, ദൈവത്തിന് വേണ്ടിയാണ്, ദൈവജനത്തിന് വേണ്ടിയാണ്. വളരെ വിലമുടക്കിയാണ്, പലതും മാറ്റിവെച്ചാണ്, എന്തിനും തയ്യാറായിട്ട് വളരെ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് ധൃതിയൊന്നുമില്ല. എന്നാലും മോശ ദൈവത്തേക്കാൾ 40 വർഷം മുമ്പ് ദൈവത്തെ സഹായിക്കാൻ നോക്കിയിട്ട് ദൈവം വേണ്ടെന്ന് പറഞ്ഞു. 40 വർഷം മുമ്പ് ദൈവത്തിൻ്റെ സമയമാകാതെ ഈ ജനത്തെ ദൈവത്തിനെ കനാനി കൊണ്ടുപോകണം. എന്നാൽ ദൈവത്തിന് വലിയ ധൃതിയില്ല. ദൈവത്തിന് അറിയാം 40 കൊല്ലം മുമ്പ് എൻ്റെ പദ്ധതി നേരത്തെ നടപ്പിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, സമയമാകുമ്പോൾ നടന്നാൽ മതി. അത് നടന്നിരിക്കും. അപ്പം എല്ലാം ശരിയാകും എന്ന് വിചാരിക്കരുത്. ചില കാര്യങ്ങൾ ശരിയാകില്ല, കാരണം ദൈവത്തിൻ്റെ സമയമായിട്ടില്ല. എന്നാൽ നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായിട്ടേ ദൈവം ചെയ്യുള്ളൂ. എന്നാൽ എല്ലാം ശരിയാകും എന്നൊന്നില്ല, എന്നാൽ എല്ലാം ശീലമാകും ഒന്നേ ഉള്ളൂ. അത് ചുമ്മാതെ. എല്ലാം ശീലമാക്കാൻ നമുക്ക് പറ്റില്ല. ചിലതിനെ നമ്മൾ ഓവർകം ചെയ്യണം. മിസ്രൈമിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾ അടിമത്തം ഒന്ന് ശീലമാക്കി അതിൽ തന്നെ ഒതുങ്ങാനാണ് ആഗ്രഹിച്ചത്. വേണ്ട, ദൈവം പറയാണ്, പുറത്തു വാ, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. അങ്ങനെ അടിമത്തം നിങ്ങൾ ശീലമാക്കണ്ട. നിങ്ങൾ യുദ്ധസന്നദ്ധരായി പുറപ്പെടണം. നിങ്ങൾ ഇന്ന് വരെ അടിമകളായിരുന്നു, ഇനി മുതൽ നിങ്ങളൊരു പട്ടാള ക്യാപ്റ്റനെ പോലെ നിങ്ങളെ കാണണം. ഒരു ദിവസം കൊണ്ടാണ് മാറ്റം വരുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചു? അതിനിടയിൽ യേശു, അല്ലെങ്കിൽ യേശുവിൻ്റെ നിഴലായ കുഞ്ഞാട് അറുക്കപ്പെട്ടു. കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി അവർ പെസക ആചരിച്ചു. ഇതോടുകൂടി അടിമ മനോഭാവമുണ്ടായവർ പട്ടാള തുല്യമുള്ള ശക്തിയുള്ളവരായി മാറി. അവരറിഞ്ഞില്ല, അവർക്കതൊരു ശീലമായി, പഴയത് ശീലമായി അവരെ പുതിയതാക്കി മാറ്റാൻ ദൈവം ഒത്തിരി പാടുപെടേണ്ടി വന്നു. ഇത് തന്നെ ഇന്നും തുടരുന്നു. രക്ഷിക്കപ്പെടാതെ ലോകത്തിൽ ജീവിച്ച് അടിമ നുകത്തിൽ കിടന്ന നമ്മെ കൊണ്ടുവന്ന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയിട്ട് ഇപ്പോഴും അടിമ എന്ന പാട്ടും പാടി കിടക്കുകയാണ്. ബന്ധനത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മാറ്റം വരാൻ ദൈവവചനം കേൾക്കണം, വചനം വിശ്വസിക്കണം. എല്ലാവരും പ്രസംഗിക്കുന്നത് കേൾക്കരുത്. പുതിയ നിയമ വെളിപ്പാട് ഉള്ളവരുടെ പ്രസംഗങ്ങൾ കേട്ട് നാം ബലപ്പെടണം. അതിനുള്ള കൃപ യേശു തരട്ടെ. ചേർന്ന് പാടി ആരാധിക്കാം. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഇനിയും എന്നെ
ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ യേശുവേ, ഞങ്ങളെ ഉണർവിനായി ഉപയോഗിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ അങ്ങ് വെച്ചിരിക്കുന്ന അന്ത്യകാല ഉണർവിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഉപയോഗിക്കണേ കർത്താവേ. അങ്ങ് എന്തെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളെ ഒന്ന് കൂട്ടണമേ, ഞങ്ങളെ ഒന്ന് ഇൻവോൾവ് ചെയ്യണമേ അപ്പാ. അണയാത്തൊരു അഗ്നി ഞങ്ങളിൽ കത്തട്ടെ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. അടിയനിതാ.
യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇന്ന് 14-15 അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാപ്തരാകും. മാത്രമല്ല എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. എനിക്ക് ഒത്തിരി കാര്യം നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിനുള്ള പ്രാപ്തി ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറയാത്ത കുറേ കാര്യങ്ങളില്ലേ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചത്, അത് പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എടുത്ത് ഞാൻ പറയേണ്ട വാക്കുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും. യേശുവിന് പരിശുദ്ധാത്മാവിലുള്ള ധൈര്യവും വിശ്വാസവും അത്ര വലുതാണ്. പറയേണ്ടതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും. നിങ്ങളെ ആരെങ്കിലും നാടുവാഴിയുടെ മുമ്പിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയാൽ എന്ത് പറയണമെന്നൊന്നും മുമ്പ് കൂട്ടി വിചാരപ്പെടേണ്ട, എഴുതി കുറിച്ചു കൊണ്ട് പോകണ്ട, കാണാതെ പഠിച്ചുകൊണ്ട് പോകണ്ട. പറയാനുള്ളത് ആ നാഴികയിൽ നിങ്ങൾ പറയും. നിങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അത്രയും അത് സംസാരിക്കും. മർക്കോസ് 13 ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒന്നിനെ കുറിച്ചും പേടിക്കണം. പറയാനുള്ളത് ആ നാഴികയിൽ നിങ്ങളുടെ വായിൽ വന്നിരിക്കും. പരിശുദ്ധാത്മാവ് എത്ര കൃത്യതയാണ്. നിങ്ങൾ പോകുന്നിടത്ത്, നിങ്ങൾ പ്രശ്നത്തിലാകുമ്പോൾ, നിങ്ങൾ വാ തുറക്കുമ്പോൾ പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവ്. അവൻ നല്ല സഹായകനാണ്. നിങ്ങളവിടെ പരാജയപ്പെടില്ല. ഏതെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞ് കൂനിന്മേൽ കുരു എന്ന പോലെ പുതിയ വിഷയം നിങ്ങൾ ഉണ്ടാക്കുകയില്ല. വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കില്ല. നിങ്ങളതിൽ നിന്ന് പുറത്തു വരാനുള്ളത് നിങ്ങൾ ചെയ്യും. അവിടെ ഒരു വിജയത്തിന് വേണ്ടിയുള്ള വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് വരും. പറയുന്ന വാക്കുകളോട് ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിയില്ല. സ്തെഫാനോസ് വാ തുറന്നപ്പോൾ പറഞ്ഞതിനോട് ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല. പത്രോസ് വാ തുറന്ന് പറഞ്ഞത് പരിഹാസത്തിൻ്റെ നടുവിലാണ്. ഇവർ പുതിയ വീഞ്ഞ് കള്ളു കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞ കാര്യം 3000 പേരെ സ്നാനത്തിലേക്ക് നയിച്ചു. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് വാ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടവരുടെ മേൽ പരിശുദ്ധയാത്മാവ് വന്നെന്ന്. പത്രോസിന് അവരോട് സംസാരിക്കേണ്ടതായിട്ടേ വന്നില്ല. ആദിയിൽ ഞങ്ങളുടെ മേൽ വന്ന അതേ അഭിഷേകം നിങ്ങളുടെ മേലും വന്നിരിക്കുന്നു. ഇനി നമുക്ക് സ്നാനപ്പെടാം, പ്രസംഗമൊക്കെ മതി. പത്രോസ് അവിടെ നിർത്തി സ്നാനപ്പെടുത്തി സഭയായിട്ട് അവരെ മാറ്റി. ആരാധനയെ ആരംഭിച്ചു. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ജാതികൾക്ക് വേണ്ടി സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. യേശു നേരത്തെ പത്രോസിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും. ഭൂമിയിൽ അഴിച്ചു എന്താണ്? ഭൂമിയിൽ കെട്ടുന്നത് എന്താണ്? പത്രോസേ, നീയാണ് കെട്ടുന്നത്. നീ മുഖാന്തരം, നിന്റെ വെളിപ്പാട് മുഖാന്തരം ഞാൻ എൻ്റെ സഭയെ പണി പെന്തക്കോസ്ത് നാളിൽ കെട്ടുകയാണ്. ഒരു സഭ കെട്ടിപ്പണിതെടുക്കുകയാണ് വാക്കുകൾ കൊണ്ട്. അടുത്തത് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നീ ഭൂമിയിൽ അഴിക്കുന്നത്, അതായത് ജാതികൾക്ക് ആ വാതിൽ, കൃപയുടെ രക്ഷയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ പത്രോസ് ജാതികൾക്കുള്ള വാതിൽ അങ്ങോട്ട് അഴിച്ചു, വാതിൽ തുറന്നു. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ രക്ഷ, ജാതികളുടെ രക്ഷ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മുഴുവൻ ജാതികളാണ്. കൊർന്നല്യോസ് എന്ന ആ വലിയ ശതാധിപൻ്റെ വീട്ടിൽ, ജനങ്ങൾ കൂടി വന്നിരിക്കുന്ന വലിയ വീട്ടിൽ വന്നവരെല്ലാം അഭിഷേകം പ്രാപിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തെ ഒരു പാരമ്പര്യമാക്കി പരിശുദ്ധാത്മാവില്ലാതെ ജീവിച്ച് ജീവിതം കളയരുത്. നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത് പരിശുദ്ധാത്മാവാണ്. അത് യേശുവിൽ നിന്ന് എടുക്കും. അടുത്ത വാക്യം പറയുന്നു, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അപ്പൊ പിതാവിനുള്ളതെല്ലാം എടുക്കും, എന്നിട്ട് നമുക്ക് അറിയിച്ചു തരും. ഒന്നും ഇന്ന് വരെ ബൈബിളിൽ എഴുതാത്ത കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ബൈബിളിൽ എഴുതാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം,
ഈ കാര്യം ബൈബിളിലില്ല. ആവർത്തന പുസ്തകം 7:3 വാക്യമല്ല, മത്തായി 6:8 മൊബൈൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഈ കാലത്തുള്ളതാണ്. നമ്മുടെ വീട്ടിലെ മിക്സിയുടെ കഥ, പിന്നെ ഈ കാലഘട്ടത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുമ്പോൾ ഒരു കൂട്ടർ എതിർക്കും, അത് ബൈബിളിൽ നിന്ന് പുറത്താണെന്ന് പറയും. നിങ്ങളതൊന്നും കേൾക്കാൻ പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മളോട് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കരുതെന്നും നമ്മെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ അത് ജയമായി, അനുഗ്രഹമായി, സമൃദ്ധിയായി തീരാനായിട്ട് ഇടയായി തീരും. അപ്പോൾ യേശുവിൻ്റെ എല്ലാം പിതാവിൻ്റേതാണ്. യേശു പറയാണ്, എൻ്റെ അടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും, എനിക്കുള്ളതെല്ലാം എൻ്റെ പിതാവിൻ്റെയാണ്, ഞാനും പിതാവും ഒന്നാണ്. ഞങ്ങൾക്ക് 2 അക്കൗണ്ടില്ല, ഞങ്ങളുടെ അക്കൗണ്ട് ഒന്നാണ്, ഞങ്ങളുടെ പ്രോഗ്രാം ഒന്നാണ്, ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നാണ്, ഞങ്ങളുടെ സങ്കടങ്ങളൊന്നാണ്, ഞങ്ങളുടെ വേദനകളൊന്നാണ്, ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്നാണ്, ഞങ്ങളുടെ നാളുകളൊന്നാണ്, ഞങ്ങളുടെ ഇന്നലകളൊന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ പിതാവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെയാണ്, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെൻ്റെ പിതാവിൻ്റേതും. എത്ര ഫ്രീ ആയിരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തി. അല്ലെങ്കിലോ എൻ്റെ 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 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അതിനെ മാത്രം ഇങ്ങനെ വേലി കെട്ടിക്കൊണ്ട് നടക്കണം. യേശു പറയുകയാണ്, പിതാവിൻ്റേതെല്ലാം എൻ്റേതും, എൻ്റേതെല്ലാം എൻ്റെ പിതാവിൻ്റെതും. നമ്മളോട് പറഞ്ഞാലോ, എനിക്കുള്ളതെല്ലാം മക്കളെ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വാങ്ങും. എന്നാൽ ആ വാങ്ങിയതിൽ നിന്ന് അതുപോലെ മുഴുവനും പറയാൻ പറ്റുമോ? എൻ്റെ പൈസ മുഴുവനും പിതാവിൻ്റേതാണ്, എൻ്റെ പൈസ മുഴുവൻ എൻ്റെ യേശുവിൻ്റേതാണ്? ഇല്ല, പറയില്ല. യേശു പറഞ്ഞു, എനിക്കുള്ളതെല്ലാം എൻ്റെ പിതാവിൻ്റേതും, എൻ്റെ പിതാവിനുള്ളതെല്ലാം എൻ്റേതും. ഈ ഒരു കാഴ്ചപ്പാടിലോട്ട് വന്നാൽ നമ്മൾ ദൈവരാജ്യത്തിൽ വിതയ്ക്കാൻ ഒട്ടും മടിക്കില്ല. ദൈവസഭയ്ക്കൊരാവശ്യം വന്നാൽ അതിനുവേണ്ടി ചെലവിടാനൊക്കെ പലർക്കും മടിയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ പണിക്ക് വേണ്ടി ഇതൊക്കെ ചെലവാക്കുക എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. എന്നാൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്, പണക്കാരുമുണ്ട്, സമ്പന്നരുമുണ്ട്. ദൈവം നമ്മെ സമ്പന്നരാക്കും. പണക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ കൊടുത്താൽ തീർന്നു പോകും. ധനവാനായ ഒരു മനുഷ്യൻ, ധനവാൻ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ കുറഞ്ഞു പോകും. സമ്പന്നരങ്ങനെയല്ല, കൊടുക്കും തോറും വർദ്ധിക്കും. കർത്താവ് നമ്മെ വിളിച്ചത് സമ്പന്നരാക്കാനാണ്. ആത്മീയമായി സമ്പന്നര്, ഭൗമികമായി സമ്പന്നരാക്കുക. അപ്പോൾ മണിയും വെൽത്തുമുണ്ട്. പണം കൊണ്ട് എല്ലാ കാര്യവും നടക്കില്ല, എന്നാൽ സമ്പന്നത കൊണ്ട് കാര്യങ്ങൾ നടക്കും. അതിനെക്കുറിച്ച് വേറൊരു ദിവസം സംസാരിക്കാം. അപ്പോൾ സമ്പന്നത എന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിച്ചവർക്ക് അവർക്ക് വേണ്ടി ഒരു പദ്ധതി ദൈവം വെച്ചിട്ടുണ്ട്. ആ പദ്ധതി നിറവേറ്റാൻ ദൈവം അവർക്ക് കൊടുക്കുന്നതാണ് സമ്പന്നത. പണക്കാരനങ്ങനെയല്ല. പണക്കാരനൊന്നും കൊടുത്താൽ അവനെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രോഗ്രാമും ഇല്ല. അവൻ കൊടുക്കരുത്, അവൻ കൊടുത്താൽ തീർന്നു പോകും. സമ്പന്നൻ കൊടുക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അബ്രഹാം ഒരു സമ്പന്നനായിരുന്നു. അതുകൊണ്ട് അവൻ സകലത്തിലും ദശാംശം കൊടുത്തത്. വേറെ ആരും ഒന്നും വാങ്ങിയില്ലെന്ന്. രാജാക്കന്മാർ കൊടുത്തത് മേടിച്ചില്ല, പകരം രാജാക്കന്മാർക്ക് ദശാംശം കൊടുക്കും. മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കരുത്. നമ്മെ സമ്പന്നമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അടുത്ത വാക്യം, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അതായത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകും. എന്നാൽ കുറഞ്ഞൊന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ പിന്നെ നിങ്ങൾ കാണുന്നത് പരിശുദ്ധാത്മാവിനെ അല്ല. പരിശുദ്ധാത്മാവിന് ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിനെ കാണിച്ചു തരിക. ഏത് പേജ് എടുത്താലും യേശു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല, ഞാൻ മരിച്ചടക്കപ്പെടും. എന്നാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് ഏത് താളിലോട്ട് തിരിഞ്ഞാലും
അവിടെയെല്ലാം യേശുവിനെ കാണാൻ പറ്റും. എങ്ങോട്ട് പോയാലും എന്ത് ചിന്തിച്ചാലും അവിടെയെല്ലാം യേശുവിനെയാണ് വിശ്വാസത്താൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അക്ഷരമായി കാണുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാവിൽ കാണുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ ഉണ്ട്. അതാരെങ്കിലും കാണുന്നുണ്ടോ? കുറഞ്ഞൊന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. വിശ്വാസം എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമുക്ക് സാഹചര്യങ്ങളെ യാഥാർത്ഥ്യമാക്കി തരും. അതായത് യേശു ഇവിടെ ഉണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമുക്കൊരു ബോധ്യമാക്കി തരും. എൻ്റെ കൂടെ ദൂതന്മാർ കാവലുണ്ട്, ഞാൻ ഏകനല്ല. ഈ ബോധ്യത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. എല്ലാവരും ഓടുന്നത് പോലെ നെഹമ്യാവിന് ഓടാൻ കഴിയില്ല. നെഹമ്യാവ് പറയുകയാണ്, നെഹമ്യാവ് 6:11, എന്നെപ്പോലെ ഒരുവൻ ഓടിപ്പോകില്ല, ഭീഷണിയുടെ നടുവിൽ ഓടില്ല. കാരണം എന്നെ പരിശുദ്ധാത്മാവ് അയച്ചിട്ടാണ് ഞാൻ ഈ ദൗത്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കി ഓടിപ്പോകാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വിളിച്ചത് സമ്പന്നമാക്കാനാണ്. അതുകൊണ്ടാണ് ലോത്ത് നീരോട്ടമുള്ള ഏദൻ പറുദീസ പോലെയുള്ള സ്ഥലം തിരഞ്ഞെടുത്തപ്പോഴും അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, നീ തലപൊക്കി എല്ലായിടത്തോട്ടും നോക്ക്, നീ നോക്കിക്കാണുന്ന മുഴുവൻ ഞാൻ നിനക്ക് തരും, നിന്നെ സമ്പന്നനാക്കാനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് സമ്പന്നത. ആ സമ്പന്നത ഒരിക്കലും പോകില്ല. അങ്ങനെ കിട്ടുന്ന പൈസ കുറേ ആശുപത്രിയിലും കുറേ പലിശക്കാരനും കൊടുത്ത് പിന്നെ വട്ടപൂജ്യമായിട്ട് ജീവിക്കുന്നതല്ല. ദൈവം എന്തെങ്കിലും തന്നാൽ അത് അനുഭവിക്കാനുള്ള കൃപയും കൂടി തരും. പണക്കാരനാകാൻ പണിപ്പെടുന്നവരുണ്ട്, അവരുടെ കാശ് പോയിക്കൊണ്ടേയിരിക്കും. കുറേ അങ്ങോട്ട് കൊടുത്ത്, കുറേ ഇങ്ങോട്ട് കൊടുത്ത്, കുറേ ആശുപത്രി കൊടുത്ത്, പിന്നെ അവിടുന്ന് ലോൺ എടുത്ത്. ദൈവം സമ്പന്നമാക്കിയാലോ, ദൈവം ഒരു വീട് തന്നാലോ, ആ വീടിൻ്റെ എല്ലാ ഫർണിച്ചറുകളും കർത്താവ് തരും. ദൈവം ഒരു വണ്ടി തന്നാൽ ആ വണ്ടിയിൽ ഒഴിക്കാനുള്ള ഇന്ധനവും ദൈവം തരും. ഞാൻ ഉറപ്പ് പറയുന്നു, ദൈവം വണ്ടി തന്നാൽ. എന്നാൽ ദൈവം വണ്ടി തരുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങുന്ന വണ്ടിയുണ്ട്, അത് നമ്മൾ പെട്രോൾ അടിച്ച് ഒരു ഗതിയാണ്. ദൈവം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു വീട് വെക്കുന്നുണ്ട്. അങ്ങനെ വീട് വെക്കുന്നവരെ എനിക്കറിയാം. അവരുടെ വീട് അതങ്ങനെ തുടരില്ല, അതൊന്നുകിൽ കടം കയറിയൊക്കെ പോകും. ദൈവം തരുന്ന വീടുണ്ട്, അതിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ പറിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല. ചില സമയത്ത് ദൈവം വലിയ കാര്യങ്ങൾ പറയും. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ ബീന ഈ DGS ദിനകരൻ്റെ പുസ്തകം വായിക്കുകയാണ്. അവൾ ഉപവാസം ഇരുന്നപ്പോൾ അപ്പം എന്നോട് പറയുകയാണ്, DGS ദിനകരൻ്റെ ഒരു അനുഭവം അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഞങ്ങൾ ഉപവാസം ഇരിക്കും, ആ ബുക്ക് വായിക്കും. ഇങ്ങനെയുള്ള ബുക്കുകളും വായിക്കും, ബൈബിൾ കൂടാതെ വിശ്വാസ വീരരുടെ. അപ്പം അതിനകത്ത് ദൈവം DGS ദിനകരനോട് പറഞ്ഞു, നീ ഒരു ബെൻസ് കാർ വാങ്ങാൻ പറഞ്ഞു. ആ ബുക്കിൽ എഴുതിയിരിക്കുന്നതാ, നീ പോയി ഒരു ബെൻസ് കാറ് മേടി. അദ്ദേഹം അത് ചെയ്തില്ല. ഒരു പഴയ അംബാസഡർ കാറ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ദിവസം ആ അംബാസഡർ കാറ്, ആ കാറിൽ എയർപോർട്ടിലോട്ട് പോകുമ്പോഴാണ് തൻ്റെ മകളും ഉണ്ടായിരുന്നു. ആ യാത്രയിലാണ് വലിയൊരു അപകടത്തിൽ, കാരണം ആ മോള് മരിച്ചു, DGS ദിനകരൻ്റെ കയ്യും കാലമൊക്കെ ഒടിഞ്ഞു. കാരണം അതിനകത്ത് എയർ ബാഗ് സിസ്റ്റങ്ങളൊന്നുമില്ല. ദൈവം പറഞ്ഞു ഒരു ബെൻസ് കാർ മേടിക്കാൻ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ല, DGS ദിനകരനോട് ദൈവം പറഞ്ഞു. എൻ്റെ എല്ലാ ബുക്കുണ്ട്. ആരെങ്കിലും ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, ദൈവമക്കൾ ബെൻസ് കാർ വാങ്ങരുത് എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ പോയി DGS ദിനകരൻ്റെ പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ മതി. ദൈവം പറഞ്ഞു അദ്ദേഹത്തോട്. കാരണം എന്താണ്? ആ കാറിന് ഒത്തിരി സംവിധാനമുണ്ട്. നേരത്തെ ദൈവം പറഞ്ഞു. DGS ദിനകരൻ അത് അനുസരിച്ചില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ആ പാസ്റ്റർ പറഞ്ഞു, ഈ പാസ്റ്റർ പറഞ്ഞു, മറ്റേ ബ്രദർ പറഞ്ഞു, 100 കാര്യങ്ങൾ 100 പേര് പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ
പല കാര്യത്തിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ദൈവം ഈ ഭൂമിയിലും നമ്മെ സമ്പന്നതയിൽ ജീവിക്കാൻ അനുവദിക്കുന്ന ദൈവമാണ്. ഈ സത്യങ്ങളൊന്നും പലരും പറഞ്ഞു തരാറില്ല. ഇതെല്ലാം ഉൾക്കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമുക്ക് മുന്നോട്ട് കുതിച്ചുയരാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു 2025 ജീസസ് എവരിഡേ കാണുന്നവർക്ക് വലിയ ഭാവിയുണ്ട്. കാരണം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്ന, നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പുതുക്കുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ സമ്പന്നരാണെങ്കിൽ നിങ്ങൾ കൊടുത്താൽ കുറയില്ല. നിങ്ങൾ പണക്കാരാണെങ്കിൽ നിങ്ങൾ ആർക്കും ഒന്നും കൊടുക്കരുത്, നിങ്ങളുടെ കാശ് കുറഞ്ഞു. പണക്കാരൻ സ്വന്തമായിട്ടുണ്ടാക്കിയവനാണ്. സമ്പന്നൻ ദൈവം കൊടുത്തവനാണ്. കൊടുത്താലും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു ഉറവ പോലെയാണ്. അങ്ങനെ ഒരു ഉറവയുള്ള ഒരു സമ്പന്നത ക്രിസ്തുവിൽ നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ദിവസം ഈ വചനം കേട്ടവർക്ക് സമ്പന്നതയുണ്ടാകട്ടെ. ക്രിസ്തുവിലുള്ളൊരു സമ്പന്നത, സകലത്തിൽ സുഖവും ശുഭവുമായി ഇരിക്കുന്ന ആ സമ്പന്നത, കർത്താവ് താൻ തിരഞ്ഞെടുത്തവർക്ക് വെച്ചിരിക്കുന്ന സമ്പന്നത, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് മൂടണം. പരിശുദ്ധാത്മാവ് നയിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ആരോഗ്യത്തിൽ സമ്പന്നത, മാനസികമായി സമ്പന്നത, കുടുംബജീവിതത്തിൽ സമ്പന്നത, കുറേ പേഴ്സിലിരിക്കുന്ന കാശ് മാത്രമല്ല സമ്പന്നത, എല്ലാം സമാധാന സമ്പന്നത, അഭിഷേകത്തിൻ്റെ സമ്പന്നത, ശുശ്രൂഷയുടെ സമ്പന്നത, വാക്കുകളുടെ സമ്പന്നത. എത്ര പറഞ്ഞാലും പുതിയ വാക്കുകൾ വരികയാണ്. ഒരു ഉറവയാണ്. സന്തോഷത്തിൻ്റെ സമ്പന്നത എല്ലാം നമ്മുടെ വീടുകളിൽ ഉണ്ടാകട്ടെ. നാളെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ആമേൻ.